ഹായ് ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം, ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 സവാള ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. 3-4 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഈ സവാള ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. അപ്പോൾ ഈ ഒരു സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി മുരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് കുറച്ച് ധൃതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുക്കറിലേക്ക്. അതുപോലെ ഒരു ചെറിയ തക്കാളി, ഞാൻ വളരെ കുറച്ച് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളിയുടെ അളവ് ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സവാള ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള കുറേശ്ശേക്ക് വയന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സവാള ഒന്നുകൂടി ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞ് പോവാതെ നോക്കിയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ പൊടികളെല്ലാം ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ചിക്കനിലേക്ക്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി ആ വെളിച്ചെണ്ണയിൽ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടും. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തന്നെ കുക്കറിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അധികം വേണ്ട കേട്ടോ. ഈ കറിയിലേക്ക് ഇഞ്ചിയുടെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ ചിക്കനും എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് സോയാ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സോയാ സോസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലേക്കും ചിക്കൻ കറിയിലേക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ സോയാ സോസ്. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 2 വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടുള്ളൂ. ഈ സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ സവാളയൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരുമ്പോഴുള്ളൂ നമ്മുടെ ഈ ഒരു കറി നന്നായിട്ട് കുറുക്കി വരുള്ളൂ. നല്ലൊരു മടുപ്പില്ലാത്തൊരു കറി തന്നെയാണ്. വെറും ചോറിലേക്കും ഗീ റൈസിലേക്കൊക്കെ ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്